Hey guys, it's me Ashwati and welcome back to Mentortales. So നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ലിറ്റററി തിയറി ആണ്. ഓക്കെ, സോ ലിറ്റററി തിയറിയിലെ നെക്സ്റ്റ് പോസ്റ്റ് സ്ട്രക്ചറലിസം എന്നുള്ള ആ ഒരു സെക്ഷനാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പോസ്റ്റ് സ്ട്രക്ചറലിസം അതുമാതിരി തന്നെ ഡെറിഡ ആൻഡ് ഡീകൺസ്ട്രക്ഷൻ എന്നുള്ളൊരു പാർട്ടും കൂടി വരുന്നുണ്ട്. സോ ആ ഡെറിഡ ആൻഡ് ഡീകൺസ്ട്രക്ഷൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട്, ഡീകൺസ്ട്രക്ഷൻ്റെ ഒരു പാർട്ടും കൂടി നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഈ ഒരു ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് നമ്മൾ ഡെറിഡയുടെ മറ്റു കുറച്ച് കാര്യങ്ങൾ, അദ്ദേഹം ലോഗോസെൻട്രിസം എന്നുള്ളൊരു ടേം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ആ ഭാഗങ്ങൾ നമ്മൾ നെക്സ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യും. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പോസ്റ്റ് സ്ട്രക്ചറലിസം എന്താണ്, അതുമാതിരി തന്നെ ഡെറിഡ, അതേപോലെ അദ്ദേഹത്തിൻ്റെ ഡീകൺസ്ട്രക്ഷൻ എന്നുള്ള മെത്തേഡ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, ആരെങ്കിലും നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും കസിൻസിനും എല്ലാവർക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ ടോപ്പിക്. ഓക്കെ, സോ പോസ്റ്റ് സ്ട്രക്ചറലിസം എന്നുള്ള ടോപ്പിക്ക് കഴിഞ്ഞിട്ട് വരുന്ന ടോപ്പിക്കാണ് പോസ്റ്റ് സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞാൽ. സോ പോസ്റ്റ് സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ തിയറി ദാറ്റ് ബോത്ത് ഫേർദേഴ്സ് ആൻഡ് ക്രിട്ടിക്സ് സ്ട്രക്ചറലിസം. ഓക്കെ, സോ സ്ട്രക്ചറലിസത്തിനെ കൂടുതൽ വളരാനും അതേസമയം അതിനെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു തിയറിയാണ് നമ്മുടെ പോസ്റ്റ് സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞാൽ. Okay, post-structuralism is a theory that both furthers and critiques structuralism. ഓക്കെ, സോ ഒരു തിയറിസ്റ്റിൽ നിന്ന് വേറൊരു തിയറിസ്റ്റിലേക്ക് പോകുന്തോറും അവരുടെ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് റിയാക്ഷൻ ടു സ്ട്രക്ചറലിസം വേരി ചെയ്യും. വിച്ച് മീൻസ് ഓരോ തിയറിസ്റ്റുകൾക്കും അവരുടെ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് റിയാക്ഷൻ ടു ദി സ്ട്രക്ചറലിസം എന്നുള്ള കോൺസെപ്റ്റ് അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കോൺസെപ്റ്റ് ഓഫ് ബൈനറി ഓപ്പോസിറ്റ്സ് വിത്തിൻ ദ സ്ട്രക്ചറാണ്. പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കാര്യം, ദ കോൺസെപ്റ്റ് ഓഫ് ബൈനറി ഓപ്പോസിറ്റ്സ് വിത്തിൻ ദ സ്ട്രക്ചർ. കാരണം അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ലോകം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടു കോംപ്ലെക്സ് ടു ബി റിപ്രസെൻറ്റഡ് ഇൻ ബൈനറീസ്. ഇങ്ങനെ ഇരു സ്വഭാവമുള്ള ഒരു കാര്യമായിട്ട് ആക്കാൻ പറ്റുന്നൊരു സംഭവമല്ല ലോകം എന്ന് പറഞ്ഞാൽ, ഇറ്റ്സ് വെരി കോംപ്ലെക്സ്. ആ ഒരു ഫാക്റ്റ് വെച്ചിട്ടാണ് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ഈ ഒരു കാര്യത്തിന് ഒപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, സോ അവർ ദേ ക്വസ്റ്റ്യൻ ദ കോൺസെപ്റ്റ് ഓഫ് ബൈനറി ഓപ്പോസിറ്റ്സ് വിത്തിൻ ദ സ്ട്രക്ചർ because of the fact that the world is too complex to be represented in binaries. പിന്നെ ഈ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റുകൾക്ക് എന്താണ്, ഈ എംപെരിക്കൽ അല്ലെങ്കിൽ സയൻറ്റിഫിക് മെത്തേഡ്സ്, അതുമാതിരി തന്നെ സ്ട്രക്ചറലിസത്തിലൂടെ ഉണ്ടായ ഫൈൻഡിങ്സ്, അതിൻ്റെ അടുത്തൊക്കെ ഡീപ്പായിട്ടുള്ള ഡിസ്ട്രസ്റ്റ് ഉണ്ട്. അവരത് വിശ്വസിക്കുന്നില്ല. ഓക്കെ, they have deep distrust of the scientific or empirical methods and the findings of structuralism. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവർ പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സ്ട്രക്ചറലിസ്റ്റ് കോൺസെപ്റ്റ് ഓഫ് റിയാലിറ്റിയാണ്. ഓക്കെ, സ്ട്രക്ചറലിസ്റ്റ് എങ്ങനെയാണ്, റിയാലിറ്റി എന്താണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്, അതിനെ ഇവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദേ ക്വസ്റ്റ്യൻസ് ദ സ്ട്രക്ചറലിസ്റ്റ് കോൺസെപ്റ്റ് ഓഫ് റിയാലിറ്റി ആൻഡ് ദേ സേസ് ദാറ്റ് ഇറ്റ് ഈസ് ഓൾസോ എ കൺസ്ട്രക്റ്റ്. അതൊരു കൺസ്ട്രക്റ്റ് ആണെന്നാണ് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റുകൾ പറയുന്നത്. ഓക്കെ, പിന്നെ സ്ട്രക്ചറലിസം പ്രകാരം എന്താണ് മീനിങ് എന്ന് പറഞ്ഞാൽ അതൊരു മോണോലിത്തിക് എൻറ്റൈറ്റിയാണ്, മെയ്ഡ് വിത്തിൻ ദ ലാംഗ്വേജ് ബൈ ദ ഓതർ. അതായത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനൊറ്റ മീനിങ്ങേ ഉള്ളൂ എന്നാണ് സ്ട്രക്ചറലിസം പറയുന്നത്. ഓക്കെ, ആ ഒരു ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ ഓതർ വരുത്തുന്ന ഒരു മീനിങ് അത്രേ ഉള്ളൂ എന്നാണ് ഈ സ്ട്രക്ചറലിസം പ്രകാരമുള്ള കോൺസെപ്റ്റ്. മീനിങ് ഇസ് എ മോണോലിത്തിക് എൻറ്റൈറ്റി മെയ്ഡ് വിത്തിൻ ദ ലാംഗ്വേജ് ബൈ ദ ഓതർ. പക്ഷേ പോസ്റ്റ് സ്ട്രക്ചറലിസം പറയുന്നത് മീനിങ്ങിൽ മൾട്ടിപ്ലിസിറ്റി ഉണ്ട് എന്നാണ്. ഓക്കെ, മൾട്ടിപ്ലിസിറ്റി ഓഫ് മീനിങ് വിത്തിൻ ദ ഡിസ്കോഴ്സ്, അതായത് ഒരു ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ പല മീനിങ്ങുകളും ഉണ്ടാകാം. ഓക്കെ, മൾട്ടിപ്ലിസിറ്റി അല്ലെങ്കിൽ പ്ലൂറാലിറ്റി ഓഫ് മീനിങ്, അതാണ് പോസ്റ്റ് സ്ട്രക്ചറലിസം പറയുന്നത്. പക്ഷേ സ്ട്രക്ചറലിസം പറയുന്നത് ഒരു മീനിങ് ഉണ്ടാവുള്ളൂ, മീനിങ് ഈസ് മോണോലിത്തിക്. ബട്ട് പോസ്റ്റ് സ്ട്രക്ചറലിസം കാണുന്നത് എന്താണ്, മൾട്ടിപ്ലിസിറ്റി ഓഫ് ദ മീനിങ് ആണ്. അതാണ് പിന്നുള്ളൊരു ഡിഫറൻസ്. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ദ ഡെത്ത് ഓഫ് ദി ഓതർ ബൈ റോളൻഡ് ബർത്തേഴ്സ്, അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഇൻഡിവിജ്വൽ ഓതറിന് മീനിങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. റോളൻഡ് ബർത്തേഴ്സ്, ഇൻഡിവിജ്വൽ ഓതർ ക്യാനോട്ട് ക്രിയേറ്റ് മീനിങ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ഇവിടെ ഓതറിൻ്റെ ഏജൻസി, ഓതറിൻ്റെ ആ ഒരു പവറിനെ അദ്ദേഹം റിജക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് അത് എന്ന് പറഞ്ഞാൽ എന്താണ്, റിയാലിറ്റി ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ള സ്ട്രക്ചറലിസ്റ്റ് കോൺസെപ്റ്റിന് ക്ലിയർ റിജക്ഷനാണ് അവിടെ കാണുന്നത്, അല്ലേ? സോ റോളൻഡ് ബർത്തേഴ്സ് അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള ദ ഡെത്ത് ഓഫ് എൻ ഓതർ എന്നുള്ളതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഓതറിന്, ഒരു ഇൻഡിവിജ്വൽ ഓതറിന് ഒരിക്കലും മീനിങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഓക്കെ, സോ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓതറിൻ്റെ ഏജൻസി അല്ലെങ്കിൽ ഓതറിൻ്റെ അവകാശത്തിന് അദ്ദേഹം റിജക്റ്റ് ചെയ്യുന്നുണ്ട്. സോ സ്ട്രക്ചറലിസം കോൺസെപ്റ്റ് പ്രകാരം ഒരു ടെക്സ്റ്റിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് വിത്തിൻ ദ ടെക്സ്റ്റാണ്. സോ ഈ ഒരു കോൺസെപ്റ്റിന് നല്ല ഡിപ്പാർച്ചർ, അതിന്ന് ഭയങ്കരമായിട്ടുള്ളൊരു റിജക്ഷൻ നമുക്ക് റോളൻഡ് ബർത്തേഴ്സിൻ്റെ ആ ഒരു ഇതിൽ കാണാൻ കഴിയും. ഓക്കെ,
സോ ടെക്സ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലാർജർ സ്ട്രക്ചർ ടു വിച്ച് ഇറ്റ് ബിലോങ്സ്, അതെന്ന് പറഞ്ഞാൽ അതിനൊരു സിംഗിൾ മീനിങ് അല്ലെങ്കിൽ ഒരു സിംഗിൾ റിയാലിറ്റി അല്ല ഉള്ളത് എന്നുള്ള കാര്യമാണ് പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൽ മെയിനായിട്ട് നമ്മൾ പറയേണ്ടത്. സ്ട്രക്ചറലിസം പറഞ്ഞ മാതിരി ഒരു സിംഗിൾ മീനിങ് അല്ലെങ്കിൽ മീനിങ് ഒരു മോണോലിത്തിക് എൻറ്റൈറ്റി അല്ല, അതാണ് പോസ്റ്റ് സ്ട്രക്ചറലിസം മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു പോസ്റ്റ് സ്ട്രക്ചറലിസം സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് ഒരു മീനിങ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. അതിനൊറ്റൊരു മീനിങ്ങേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതൊരു ഡിസ്ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഹാവ് ഓൺലി വൺ മീനിങ് ഫോർ ദാറ്റ്. അതാണ് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ഇതിന് കൊടുക്കുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത്. ഓക്കെ, സിൻസ് സിസ്റ്റം ഇസ് എ ഡിസോർഗനൈസ്ഡ് വൺ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഹാവ് ഓൺലി വൺ മീനിങ് ഫോർ ദാറ്റ്. ഓക്കെ, പിന്നെ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റുകൾ റിജക്റ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലെവി സ്ട്രോസും ചോംസ്കിയൊക്കെ പറഞ്ഞ മാതിരി ഉള്ള യൂണിവേഴ്സാലിറ്റി ഓഫ് ദ സ്ട്രക്ചർ, ഒരു സ്ട്രക്ചറിൻ്റെ യൂണിവേഴ്സാലിറ്റി അത് പറഞ്ഞിട്ടുള്ള ആളുകൾ ലെവി സ്ട്രോസും ചോംസ്കിയാണ്. ആ കാര്യത്തിനെയും പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അവർ പറയുന്നത് ഈ സ്ട്രക്ചർ എന്നൊക്കെ പറയുന്നത് മെറ്റാ നരേറ്റീവ് ആണെന്നാണ്. Okay, so post-structuralists also reject the concept of universality of the structure propounded by Levi-Strauss and Chomsky, and they asserts that as a meta-narrative. ഓക്കെ, സോ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റുകൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ സിസ്റ്റംസ് അതുമാതിരി തന്നെ ഡിസ്കോഴ്സസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ് ഇതിൻ്റെ ഇടയിലുള്ള ഡിഫറൻസസിലാണ് ഈ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റുകൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ദേ ഫോക്കസസ് ദ ഡിഫറൻസസ് എമോങ് സിസ്റ്റംസ്, ഡിസ്കോഴ്സസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ്. So post-structuralists also reject the concept of universality of structure propounded by Levi-Strauss and Chomsky as meta-narrative, and they focuses on the differences among system, discourses and human beings. So in many of the leading post-structuralists like Roland Barthes, Jacques Derrida, Jacques Lacan, മൈക്കൽ ഫൗക്കാൾട്ട്, ജൂലിയ ക്രിസ്റ്റോവ, ഇങ്ങനെ പറയുന്ന ഇപ്പോഴത്തെ ഒരുപാട് മുൻനിരയിലുള്ള പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റുകളൊക്കെ ഫോർമർ സ്ട്രക്ചറലിസ്റ്റുകളായിരുന്നു. മുന്നേ സ്ട്രക്ചറലിസ്റ്റുകളായിരുന്നു അവരൊക്കെ. പിന്നീട് അവർ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റിക്ക് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ പറയുന്ന ജൂലിയ ക്രിസ്റ്റോവ, ഈ ജൂലിയ ക്രിസ്റ്റോവൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്ലെൻഡ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് സൈക്കോ അനാലിസിസ്. ലിംഗ്വിസ്റ്റിക്സിൻ്റെയും സൈക്കോ അനാലിസിസിൻ്റെ ഒരു ബ്ലെൻഡാണ് ജൂലിയ ക്രിസ്റ്റോവൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതുമാതിരി പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ജാക്കസ് ഡെറീഡ അദ്ദേഹത്തിൻ്റെ ഡീകൺസ്ട്രക്ഷൻ എന്നുള്ള കാര്യം. ഓക്കെ, അതാണ് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ഇൻ്റർഫേസ് വിത്ത് ലിറ്ററേച്ചർ ആയിട്ട് പറയപ്പെടുന്നത്. ജാക്കസ് ഡെറീഡയുടെ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ഇൻ്റർഫേസ് വിത്ത് ലിറ്ററേച്ചർ. അതുപോലെ തന്നെ ലെക്കാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് അനാലിസിസ് ഒക്കെ ഇൻസൈറ്റുകളൊക്കെ എന്ത് ചെയ്തു? സൈക്കോ അനാലിസിസിലോട്ട് ഉൾപ്പെടുത്തി. അതാണ് ലെക്കാൻ ചെയ്യുന്നത്. സോ പോസ്റ്റ് സ്ട്രക്ചറലിസത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ ഡെറീഡയുടെ, ജാക്കസ് ഡെറീഡയുടെ ഈ ഒരു ഡീകൺസ്ട്രക്ഷനാണ്. അതാണ് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്. സോ പോസ്റ്റ് സ്ട്രക്ചറലിസം ലോങ് എസ്സേ ചോദിച്ചതൊക്കെ എഴുതണം. ഡെറീഡയുടെ ഡീകൺസ്ട്രക്ഷൻ നമ്മൾ ഇനി പറയാൻ പോകുന്നതാണ്, ഒക്കെ എഴുതണം. ചിലപ്പോൾ ഡെറീഡയുടെ ഡീകൺസ്ട്രക്ഷൻ മാത്രം നമുക്ക് ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ ഷോർട്ട് നോട്ടായിട്ടും ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൻ്റെ ഒരു ഇൻട്രോ എന്ന് പറയുന്നത്. വാട്ട് ഈസ് പോസ്റ്റ് സ്ട്രക്ചറലിസം, അല്ലെങ്കിൽ അവർ എന്തൊക്കെയാണ് സ്ട്രക്ചറലിസത്തെ ഏതൊക്കെ കോൺസെപ്റ്റുകളാണ് അവർ റിജക്റ്റ് ചെയ്യുന്നത്, അതിന് അവർ കൊടുക്കുന്ന റീസൺസ് എന്തൊക്കെയാണ്. ഓക്കെ, അതുമാതിരി തന്നെ ഈ ഡെറീഡാസ് ഡീകൺസ്ട്രക്ഷൻ, അതാണ് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ഇൻ്റർഫേസ് വിത്ത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിന് നോക്കാനുള്ളത് ജാക്കസ് ഡെറീഡ ആൻഡ് ഡീകൺസ്ട്രക്ഷൻ എന്നുള്ള ടോപ്പിക്കാണ്. ഓക്കെ, ഡെറീഡയും അദ്ദേഹത്തിൻ്റെ ഡീകൺസ്ട്രക്ഷനും അതെന്താണെന്നുള്ള കാര്യമാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമ്മുടെ അടുത്ത ടോപ്പിക്ക് ജാക്കസ് ഡെറീഡ ആൻഡ് ഡീകൺസ്ട്രക്ഷൻ എന്നുള്ളതാണ്. സോ ജാക്കസ് ഡെറീഡ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ഫ്രഞ്ച് ഫിലോസഫറാണ്. ഓക്കെ, സോ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് ഒരു സയൻസ് ആണെന്നും അതുമാതിരി തന്നെ ഈ സ്ട്രക്ചറലിസം പറയുന്ന ഈ ഒരു അൾട്ടിമേറ്റ് റിയാലിറ്റി അല്ലെങ്കിൽ ട്രൂത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസ്ലെസ് ആണെന്നാണ് ഈ ഡെറീഡ പറയുന്നത്. Okay, so Jacques Derrida thought that the claim of structuralism as a science and its assumptions of ultimate truth or reality അതെന്താണ്? they are baseless. അത് ബേസ്ലെസ്, അതിനൊരു അടിസ്ഥാനമല്ല എന്നാണ് ഡെറീഡ പറയുന്നത്. ഓക്കെ, അങ്ങനെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹി ഡെവലപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് ഡീകൺസ്ട്രക്ഷൻ. സോ ഡീകൺസ്ട്രക്ഷൻ അദ്ദേഹം ഡെവലപ്പ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ മെത്തേഡ്. ഓക്കെ, ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് സെമിയോട്ടിക് അനാലിസിസ് ഓഫ് ടെക്സ്റ്റ്.
അതായത് സെമിയോട്ടിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള അനാലിസിസ്, സൂക്ഷ്മ പരിശോധന. അപ്പോൾ ഒരു ടെക്സ്റ്റിൻ്റെ സെമിയോട്ടിക് അനാലിസിസിൻ്റെ ഒരു മെത്തേഡ്, അതാണ് ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. സോ അദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റിന് അദ്ദേഹത്തിൻ്റെ എസ്സേ ആയിട്ടുള്ള സ്ട്രക്ചർ, സൈൻ ആൻഡ് പ്ലേ ഇൻ ദ ഡിസ്കോഴ്സസ് ഓഫ് ഹ്യൂമൻ സയൻസ്, അത് അദ്ദേഹത്തിൻ്റെ ഒരു എസ്സേ ആണ്. അതിലും പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കായിട്ടുള്ള ഓഫ് ഗ്രാമാറ്റോളജി, ആ ഒരു ബുക്കിലും ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. Okay, so Jacques Derrida developed the concept of deconstruction as a method of semiotic analysis of text in his essay Structure, Sign and Play in the Discourses of Human Science and in his book of Grammatology. ഓക്കെ, സോ ഇദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഒന്നാമത് പറയുന്നത് സെൽഫ് സഫിഷ്യൻസി ഓഫ് സ്ട്രക്ചറലിസം, അതുമാതിരി തന്നെ ഒബ്ജക്റ്റീവ് ആൻഡ് യൂണിഫൈഡ് മീനിങ്. ഒന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റിൻ്റെ സെൽഫ് സഫിഷ്യൻസി മീൻസ് സ്വയം പര്യാപ്തത, പിന്നെ അതിലുണ്ടാകുന്ന ഒറ്റ മീനിങ് ഉണ്ടാവുള്ളൂ, ഒരു യൂണിഫൈഡ് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ് മീനിങ് ഉണ്ടാവുള്ളൂ. ഈ വാദങ്ങൾ സ്ട്രക്ചറലിസത്തിൽ വരുന്ന ഈ ഒരു ക്ലെയിമുകളെയാണ് ഈ ജാക്കസ് ഡെറിഡ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. Okay, so he questioned the claims of self-sufficiency and objective and unified meaning by structuralism. അങ്ങനെ അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഭയങ്കര വിദഗ്ധമായിട്ടുള്ള ഒരു ഇൻജീനിയസ് ആയിട്ടുള്ള അനലിറ്റിക്കൽ മെത്തേഡാണ് ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇദ്ദേഹം എന്തിനാണ് ഇത് ഡെവലപ്പ് ചെയ്തതെന്ന് വെച്ചാൽ ടു എസ്റ്റാബ്ലിഷ് ദാറ്റ് മീനിങ് ഇസ് മൾട്ടിപ്പിൾ, ഫ്രാഗ്മെൻ്ററി ആൻഡ് കോൺട്രഡിക്ടറി വിത്തിൻ ദ ലാംഗ്വേജ്. ഓക്കെ, സോ മീനിങ് എന്ന് പറഞ്ഞാൽ അതൊരു സിംഗിൾ ആയിട്ടുള്ള സംഭവമല്ല, അത് മൾട്ടിപ്പിൾ ആണ്, അത് ഫ്രാഗ്മെൻ്ററി മീൻസ് അതൊരു ഒരുപാട് പീസായിട്ട്, വിച്ച് മീൻസ് ഇറ്റ് ഇസ് ഇൻകംപ്ലീറ്റ്, അതുമാതിരി തന്നെ കോൺട്രഡിക്ടറി, വിപരീതപരമായിട്ടുള്ള സംഭവം. അങ്ങനെയൊക്കെയാണ് മീനിങ് എന്നുള്ള കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡെറിഡ ഡീകൺസ്ട്രക്ഷൻ എന്നുള്ള ഈ ഒരു അനലിറ്റിക്കൽ മെത്തേഡ് ഡെവലപ്പ് ചെയ്യുന്നത്. ടു എസ്റ്റാബ്ലിഷ് ദാറ്റ് ദ മീനിങ് ഇസ് മൾട്ടിപ്പിൾ, ഫ്രാഗ്മെൻ്ററി ആൻഡ് കോൺട്രഡിക്ടറി. ഓക്കെ, സോ ഈ ഒരു ലിറ്റററി തിയറിയിൽ വാട്ട് ഈസ് ഡീകൺസ്ട്രക്ഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഡീകൺസ്ട്രക്ഷൻ ഇൻ ലിറ്റററി തിയറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെക്നിക് ദാറ്റ് ട്രേസസ് മീനിങ് as resulting from differences between the words rather than their reference to the things they stand for. എന്തായതിൻ്റെ അർത്ഥം? അതായത് ലിറ്റററി തിയറിയിൽ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ മീനിങ് ട്രേസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്. പക്ഷെ ഇവിടെ മീനിങ് ട്രേസ് ചെയ്യുന്നത് ഒരു വാക്ക് അത് റെഫർ ചെയ്യുന്ന വസ്തുവിനെ വെച്ചിട്ടല്ല, പിന്നെ എങ്ങനെയാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദ വേർഡ്സ് വെച്ചിട്ടാണ് ഇവിടെ ആ ഒരു മീനിങ് എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. സോ അതാണ് ഡീകൺസ്ട്രക്ഷൻ്റെ ഒരു പ്രത്യേകത. സോ ഡീകൺസ്ട്രക്ഷൻ ഇസ് എ ടെക്നിക് ദാറ്റ് ട്രേസസ് മീനിങ് ആസ് റിസൾട്ടിങ് ഫ്രം ഡിഫറൻസസ് ബിറ്റ്വീൻ ദ വേർഡ്സ് റാദർ ദാൻ ദെയർ റെഫറൻസ് ടു ദ തിങ്സ് ദേ സ്റ്റാൻഡ് ഫോർ. ഒരു വേർഡ് റെഫർ ചെയ്യുന്ന വസ്തു വെച്ചിട്ടല്ല, വേർഡ്സ് തമ്മിലുള്ള ഡിഫറൻസസ് വെച്ചിട്ട് അതിൻ്റെ മീനിങ് ട്രേസ് ചെയ്യുന്ന ഒരു ടെക്നിക്, അതാണ് ഡീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ. സോ ഡെറിഡ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്ട്രക്ചറിനെയും, ഏത് സ്ട്രക്ചറാണെങ്കിലും അതിനെ നമുക്ക് ഡീകൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം എല്ലാ സ്ട്രക്ചറിലും എന്താണ്, മ്യൂച്വലി കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടാവും, അതാണ് ഡെറിഡ പറയുന്നത്. Okay, so he said that every structure can be deconstructed because every structure contains mutually contrasting elements within it. Okay, so അതാണ് അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പോസ്റ്റ് സ്ട്രക്ചറലിസം എന്നുള്ള പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ക്രിറ്റിസിസം ഓഫ് സ്ട്രക്ചറലിസം, അതിൻ്റെ ഒരു സമ്മറി മൊത്തമായിട്ട് നമുക്ക് ഈ ഒരു ഡീകൺസ്ട്രക്ഷൻ്റെ പ്രിൻസിപ്പിളിൽ കാണാൻ പറ്റും. ഓക്കെ, സോ ഈ ഡെറിഡ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഡീകൺസ്ട്രക്ഷൻ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ അദ്ദേഹം ഈ ഡീകൺസ്ട്രക്ഷൻ എന്നുള്ള മെത്തേഡ് ഇൻഡിവിജ്വൽ വർക്കുകളുടെയൊക്കെ അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കും. അതിൻ്റെയൊക്കെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഡീകൺസ്ട്രക്ഷൻ എന്നുള്ള ടെക്നിക്ക് യൂസ് ചെയ്യും. എന്നിട്ട് അദ്ദേഹം എന്താണ് പ്രൂവ് ചെയ്യുന്നത്? എന്നിട്ട് അദ്ദേഹം പ്രൂവ് ചെയ്യും ദാറ്റ് മീനിങ് ഈസ് അൺസ്റ്റേബിൾ, ഓക്കെ, ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഈസ് ഇൻകൺസീവബിൾ എന്നുള്ളൊരു കാര്യം അദ്ദേഹം എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കും. Okay, so Derrida used deconstruction in the analysis of individual works to show that meaning is inherently unstable and understanding is inconceivable. ഇത് മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് അൺസ്റ്റേബിൾ ആണ്, ഒരർത്ഥം മാത്രമായിട്ട് നിൽക്കില്ല, അത് അൺസ്റ്റേബിൾ ആണ്. അതുമാതിരി തന്നെ അണ്ടർസ്റ്റാൻഡിങ്, നമുക്കുള്ള അറിവ് അതെന്താണ്, ഇൻകൺസീവബിൾ ആണ്, ഭയങ്കര ഗൂഢമായിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് അദ്ദേഹം പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഈ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഡിസ്ട്രക്ഷൻ എന്നുള്ളൊരു മീനിങ് അല്ല, ഓക്കെ, നശിപ്പിക്കുക എന്നുള്ള മീനിങ് അല്ല ഡീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഡീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ മീനിങ് ഒരു അർത്ഥത്തിനെ ജസ്റ്റ് അതിനൊന്ന് അൺഡു ചെയ്യാണ്, മീൻസ് തിരിച്ച് എടുക്കുക, എന്നിട്ട് അതിലുള്ള അതൊറ്റൊരു മീനിങ് ആയിട്ടല്ല നിൽക്കുക, അതിൽ ഒരുപാട് മൾട്ടിപ്ലിസിറ്റി ഉണ്ടാവും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അൺഡൂയിങ് ഓഫ് ദ മീനിങ്, അത് മാത്രമാണ് ഡീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ, അല്ലാതെ ഡിസ്ട്രക്ഷൻ അല്ല. Okay, so deconstruction is it doesn't mean destruction.
Okay, it is a careful undoing of the meaning which is a way of analysis. Okay, സോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മീനിങ് ഒരു മോണോലിത്തിക് അല്ലെങ്കിൽ അതിന് ഒരു വേർഡിന് ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു കോൺസെപ്റ്റ്, ആ ഒരു നോഷനെയാണ് ഇവിടെ ശരിക്കും എന്ത് ചെയ്യുന്നത്, ഡീകൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ദ നോഷൻ ദാറ്റ് ദിസ് മീനിങ് ഇസ് എ മോണോലിത്തിക് അല്ലെങ്കിൽ ഡോമിനൻറ്റ്, ആ ഒരു നോഷൻ, ആ ഒരു കോൺസെപ്റ്റിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഡീകൺസ്ട്രക്ട് ചെയ്യുന്നത്. So it is never a means of destruction, it is just a careful undoing of the meaning which is a way of analysis. Okay, so deconstruction എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് അതൊരു സെർച്ചാണ്, മീൻസ് ഒരു തെരച്ചിലാണ്. എന്തിനുള്ള തെരച്ചിലാണ്? ടു ഫൈൻഡ് ദ മൾട്ടിപ്പിൾ മീനിങ്സ്, ഒരു മൾട്ടിപ്ലിസിറ്റി ഓഫ് ദ മീനിങ്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെർച്ച്, ഒരു തെരച്ചിലാണ് ശരിക്കും പറഞ്ഞാൽ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ. Okay, it is a search for finding the multiple meanings and that disapprove the single definite meaning. ഇതൊരു വാക്കിന് ഒരു സിംഗിൾ ആയിട്ടുള്ള ഡെഫിനിറ്റ് മീനിങ് ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യത്തിന് ഇത് ഡിസപ്രൂവ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, ഈ ഒരു സെർച്ചിലൂടെ അവർ കണ്ടെത്താൻ പോകുന്നത്, ഈ ഡീകൺസ്ട്രക്ഷനിലൂടെ കണ്ടെത്താൻ പോകുന്നത് മൾട്ടിപ്പിൾ മീനിങ്സ് ആണ്. ആൻഡ് ദാറ്റ് ഓട്ടോമാറ്റിക്കലി വിൽ ഡിസപ്രൂവ് ദ സിംഗിൾ ഡെഫിനിറ്റ് മീനിങ്. ഓക്കെ, സോ ഡെറിഡയുടെ ഈ ഒരു ഡീകൺസ്ട്രക്റ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ തന്നെയുള്ള പ്ലൂരാലിറ്റി ഓഫ് ദ മീനിങ് അത് പുറത്ത് കൊണ്ടുവരാനുള്ള ഒരു അറ്റംപ്റ്റാണ് ഈ ഡെറിഡയുടെ ഡീകൺസ്ട്രക്റ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു ബ്രിങ് ഔട്ട് ദ പ്ലൂരാലിറ്റി ഓഫ് ദ മീനിങ്സ് റിസൈഡിങ് വിത്തിൻ ദ ടെക്സ്റ്റ്. ഓക്കെ, സോ ഡീകൺസ്ട്രക്ഷൻ റിജക്റ്റ് ചെയ്യുന്ന മറ്റു കുറച്ച് കാര്യങ്ങളാണ്. ഇറ്റ് റിജക്ട്സ് ഓൾ ക്ലെയിംസ് ഓഫ് ദ ടെക്സ്റ്റ് ഓർ ഓതർ ടു ഒത്തൻറ്റിസിറ്റി. അതായത് ഒരു ടെക്സ്റ്റ് ആണെങ്കിലും ഒരു ഓതർ ആണെങ്കിലും അവരുടെയൊക്കെ ഒത്തൻറ്റിസിറ്റി, മീൻസ് ആധികാരികതയുള്ള അവരുടെയൊക്കെ ആ ഒരു വാദം, അവരുടെയൊക്കെ ആ ഒരു പവർ, അത് റിജക്റ്റ് ചെയ്യുന്നുണ്ട് ഡീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ് റിജക്ട്സ് ഓൾ ക്ലെയിംസ് ഓഫ് എ ടെക്സ്റ്റ് ഓർ ഓതർ ടു ഒത്തൻറ്റിസിറ്റി. ഒത്തൻറ്റിസിറ്റി മീൻസ് ആധികാരികത, ആ സംഭവം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ആക്സിയം ഡിറൈവ് ചെയ്യുന്നുണ്ട്. ആക്സിയം എന്ന് പറഞ്ഞാൽ സിദ്ധാന്തം. അങ്ങനെ ഡെറിഡ ഡിറൈവ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തം, അദ്ദേഹത്തിൻ്റെ ഒരു ആക്സിയമാണ് ദർ ഈസ് നോ ഔട്ട്സൈഡ് ടെക്സ്റ്റ് എന്നുള്ളത്. ഓക്കെ, അത് അദ്ദേഹം കൊണ്ടുവരുന്നത് അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള ഓഫ് ഗ്രാമാറ്റോളജിയിലാണ്. ദർ ഈസ് നോ ഔട്ട്സൈഡ് ടെക്സ്റ്റ്, അതായിരുന്നു ഡെറിഡയുടെ ആക്സിയം, അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം എന്ന് പറയുന്നത്. ദർ ഈസ് നോ ഔട്ട്സൈഡ് ടെക്സ്റ്റ്. സോ ഈ ഒരു ആക്സിയത്തിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഒരു മീനിങ് ഓഫ് ദ ടെക്സ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു സിംഗിൾ അതോറിറ്റി, ഒരൊറ്റൊരു സിംഗിളായിട്ടുള്ളൊരു മീനിങ്, ഒരു സിംഗിളായിട്ടുള്ളൊരു അതോറിറ്റി ഒരിക്കലും ഉണ്ടാവില്ല. അതാണ് ഇദ്ദേഹത്തിൻ്റെ ആക്സിയമായിട്ടുള്ള ദർ ഈസ് നോ ഔട്ട്സൈഡ് ടെക്സ്റ്റിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ. ദർ ഈസ് ആൻഡ് ദർ ക്യാൻ ബി നോ സിംഗിൾ അതോറിറ്റി റിഗാർഡിംഗ് ദ മീനിങ് ഓഫ് ദ ടെക്സ്റ്റ്. അതാണ് അദ്ദേഹത്തിൻ്റെ ആക്സിയത്തിൻ്റെ മീനിങ്. ഓക്കെ, സോ ഡെറിഡ പറയുന്നത് എന്താണ്, ഒരു ടെക്സ്റ്റിന് ഡിഫറെൻറ്റ് മീനിങ്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് ഇന്നൊരു ഗ്യാരൻറ്റീഡായിട്ട് ഈ ഒരു മീനിങ് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ദർ വുഡ് ബി മൾട്ടിപ്പിൾ മീനിങ്സ് ഫോർ എ ടെക്സ്റ്റ് എന്നുള്ള കാര്യമാണ് ഡെറിഡ പറയുന്നത്. ഓക്കെ, സോ ഡെറിഡ ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫിനോമിനൽ വേൾഡ്, ഇത്രയും അത്ഭുതകരമായിട്ടുള്ള ലോകത്തിനെ തന്നെ ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഡീകൺസ്ട്രക്ഷൻ വെച്ചിട്ട്. സോ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എവ്രിതിങ് ഇസ് അൺസ്റ്റേബിൾ ബിക്കോസ് ലാംഗ്വേജ് ഇറ്റ് സെൽഫ് ഇസ് അൺസ്റ്റേബിൾ. ഈ ലോകത്ത് കാണുന്ന എല്ലാതും എന്താണ്, അൺസ്റ്റേബിൾ ആണ്. കാരണം എല്ലാത്തിൻ്റെയും ഒരു ബേസ് എന്ന് പറയപ്പെടുന്ന ലാംഗ്വേജ് വരെ അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ എവ്രിതിങ് അറൗണ്ട് അസ് ഇസ് അൺസ്റ്റേബിൾ എന്നുള്ളൊരു കാര്യമാണ് ഡെറിഡ പറയുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത് നമ്മൾ പോസ്റ്റ് സ്ട്രക്ചറലിസം എന്താണെന്ന് നോക്കി, പോസ്റ്റ് സ്ട്രക്ചറലിസം സ്ട്രക്ചറലിസത്തെ എന്തൊക്കെ കോൺസെപ്റ്റുകളെയാണ് റിജക്റ്റ് ചെയ്യുന്നത് നോക്കി. പിന്നെ നമ്മൾ നോക്കിയത് എന്താണ്, പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൽ വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ജാക്കസ് ഡെറിഡ. അദ്ദേഹത്തിൻ്റെ ഡീകൺസ്ട്രക്ഷൻ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൻ്റെ എല്ലാ കോൺസെപ്റ്റുകളെയും സമ്മറൈസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം. സോ ഡീകൺസ്ട്രക്ഷൻ എന്നുള്ള തിയറി. പിന്നെ നമ്മളതിൽ പഠിച്ചത് ജാക്കസ് ഡെറിഡേൻ്റെയും അദ്ദേഹത്തിൻ്റെ ഡീകൺസ്ട്രക്ഷൻ എന്നുള്ള തിയറി എന്താണെന്നുള്ള കാര്യം, ഡീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതുമാണ് ഇന്നത്തെ നമ്മൾ പഠിച്ചത്. ഇനി ഈ പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൻ്റെ നെക്സ്റ്റ് പാർട്ട്, അതായത് ഫൈനൽ പാർട്ടിൽ നമ്മൾ ഡെറിഡയും അദ്ദേഹത്തിൻ്റെ മറ്റു കുറച്ച് കോൺസെപ്റ്റുകൾ ലൈക്ക് ലോഗോസെൻട്രിസം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുമായിട്ട് അടുത്ത പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. സോ അതായിരിക്കും ഇതിൻ്റെ ഫൈനൽ പാർട്ട്. സോ ഇന്നത്തെ ക്ലാസ് ഇത്രേ വരുന്നുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സായിട്ട് നമ്മൾ വരുന്നത് വരെ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. നിങ്ങളുടെ സപ്പോർട്ടിങ് ഭയങ്കര എസെൻഷ്യലാണ്. സോ നമ്മുടെ ചാനൽ മാക്സിമം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.